3 മാസം, അതായത് 90 ദിവസങ്ങൾ. ഇവിടെ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ ജയിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാൻ സാധിക്കും. സോ നിങ്ങൾ ജയിക്കുമോ തോൽക്കുമോ ഇതെല്ലാം തീരുമാനിക്കുന്നത് അടുത്ത 3 മാസത്തേക്കുള്ള ഈ ഒരു 3 സ്റ്റെപ്പ് പ്രാക്ടിക്കൽ സിസ്റ്റമാണ്. ഇത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി, റൂട്ടീൻ, മൈൻഡ് സെറ്റ് ഇതിനെയെല്ലാം റീവയർ ചെയ്യും. സോ ഇതിലൂടെ നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കാൻ നിങ്ങൾ അർഹനായിട്ട് മാറും. ഇത് 100% ഗ്യാരൻറ്റീഡ് ആണ്. ആളുകൾ പൊതുവെ ചിന്തിക്കുന്നത് ജീവിതം മാറാൻ വർഷങ്ങൾ വേണ്ടി വരും എന്നുള്ളതാണ്. എന്നാൽ റിസർച്ചിൽ പറയുന്നത് ചേഞ്ച് ലീനിയർ അല്ല, അതെപ്പോഴും ഷോർട്ട് ആൻഡ് എക്സ്പ്ലോസീവ് ബേഴ്സ്റ്റിൽ ഏർപ്പെടും എന്നുള്ളതാണ്. സ്പോർട്സ് സയൻസിൽ ഇതിന് സൂപ്പർ കോമ്പൻസേഷൻ എന്ന് പറയും. എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ്സിനെ ബ്രേക്ക് ചെയ്യുന്നത്, ശേഷം റിക്കവർ ആകുന്നത്, അപ്പോഴാണ് യഥാർത്ഥ മാറ്റം ഏർപ്പെടുന്നത്. ഹിസ്റ്ററിയിൽ റൈറ്റ്സ് ഓഫ് പാസേജസ് ഉണ്ട്. എങ്ങനെയാണോ ഒരു സോൾജർ തൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുന്നത്, ഇതിനെ സൈക്കോളജിയിൽ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് എന്ന് പറയും. കോബി ബ്രയന്റ് ഒരു ബാസ്കറ്റ്ബോൾ ലെജൻഡാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു വേഴ്സ്റ്റായ ഫേസ് ഉണ്ടായിരുന്നു. പേഴ്സണൽ ലൈഫ് കോൺട്രവേഴ്സികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. മീഡിയ അദ്ദേഹത്തിന് എതിരെയായിരുന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രഷർ ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് കോബി ഒരു പുതിയ ചിന്താരീതി സ്വീകരിച്ചു. അദ്ദേഹം സ്വയം തന്നെ ഒരു പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക് ഷിഫ്റ്റാക്കി. ഇത് എങ്ങനെയുള്ള ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു എന്നാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന പെയിൻ, സ്ട്രഗിൾസ് ആൻഡ് സെൽഫ് ഡൗട്ട് ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ സഹായിക്കുന്നതായിരുന്നു. ഇതിലൂടെ അദ്ദേഹം തൻ്റെ ആൾട്ടർ ഈഗോ ക്രിയേറ്റ് ചെയ്തു, ദ ബ്ലാക്ക് മാംബ. അദ്ദേഹം ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് വരുമ്പോഴൊക്കെ അദ്ദേഹം കോബി ബ്രയന്റ് ആയിരിക്കില്ല, ബ്ലാക്ക് മാംബെ ആയിരിക്കും. ഒരു കോൾഡ് ബ്ലഡഡ് റൂത്ത്ലെസ് പ്ലെയർ. ഇയാൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വിജയം, അതുമാത്രം. തന്നെ ബ്ലാക്ക് മാംബയിലേക്ക് ഷിഫ്റ്റ് ആക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എത്ര ഷാർപ്പായി എന്നാൽ ക്രൗഡ്, ക്രിട്ടിക്സ് ആൻഡ് പേഴ്സണൽ ലൈഫ് പ്രോബ്ലംസ് ഇതെല്ലാം അദ്ദേഹത്തിന് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രമായിട്ട് മാറി. കളിക്കളത്തിൽ അദ്ദേഹം മുന്നേറിക്കൊണ്ടേയിരുന്നു. ഇതുകൊണ്ട് തന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു ബ്ലാക്ക് മാംബ, നിങ്ങളുടെ ആൾട്ടർ ഈഗോ, ഒരു പുതിയ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. സ്റ്റെപ്പ് നമ്പർ 1, ആങ്കർ യുവർ വിഷൻ. ജസ്റ്റ് ഇമാജിൻ നിങ്ങളൊരു ഷിപ്പിൽ നടുക്കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ തിരമാലകൾ, ഭീകരമായ കാറ്റ് ഇതെല്ലാം വീശിയടിക്കുന്നു. സോ ആ ഒരു ഷിപ്പിൽ ആങ്കർ ഇല്ലെങ്കിൽ അപ്പോൾ ആ ഒരു വേവ്സിനനുസരിച്ച് അത് അങ്ങുമിങ്ങും പോയിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ലൈഫിൽ ഒരു ആങ്കർ ഇല്ലെങ്കിൽ, ഒരു വിഷൻ ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ്, പ്രോബ്ലംസ് ഇതിലെല്ലാം പെട്ട് അങ്ങുമിങ്ങും അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേയിരിക്കും. സയൻസ് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഒരു സെക്കൻഡിൽ വെറും 50 ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻസിനെ മാത്രമേ പ്രോസസ്സ് ചെയ്യുള്ളൂ. എന്നാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു സെക്കൻഡിൽ 11 മില്യൺ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻസിനെ പ്രോസസ്സ് ചെയ്യും എന്നുള്ളതാണ്. അതായത് എന്തെല്ലാമാണോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത് അതാണ് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. സോ വിഷൻ ഇതാണ് നിങ്ങളുടെ ആങ്കർ. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഹൈജാക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ആങ്കർ സ്ട്രോങ് ആണെങ്കിൽ അപ്പോൾ സെൽഫ് ഡൗട്ട്, ഡിസ്ട്രാക്ഷൻസ് ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. ആൻഡ് ഇത് വെറും ഒരു തിയറി മാത്രമല്ല. ടെറി ഫോക്സ് 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കനേഡിയൻ ചെറുപ്പക്കാരനായിരുന്നു. ക്യാൻസർ മൂലം അദ്ദേഹത്തിന് ഒരു കാല് നഷ്ടപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു ഇനി അധിക കാലം ടെറിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 22 വയസ്സിൽ ആളുകൾ തങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കാണും. എന്നാൽ ടെറി ഫോക്സിന് തൻ്റെ ഫ്യൂച്ചർ തന്നെ ഇല്ല. എന്നാൽ അദ്ദേഹം തളർന്നില്ല. അദ്ദേഹം തീരുമാനിച്ചു ഇനി ബാക്കി വരുന്ന തൻ്റെ ദിവസങ്ങൾ താനൊരു മിഷന് വേണ്ടി യൂസ് ചെയ്യുമെന്ന്. ക്യാൻസർ റിസർച്ചിന് വേണ്ടിയുള്ള അവയർനെസ് ആൻഡ് അതിനായിട്ടുള്ള ഫണ്ട് റൈസ് ചെയ്യണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മിഷൻ. സോ ഒരു ആർട്ടിഫിഷ്യൽ ലെഗ് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം മാരത്തോൺ ഹോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം ഒരു ദിവസം 42 കിലോമീറ്റർ ഓടും. ഇത് അദ്ദേഹം ഓരോ ദിവസവും ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ സ്റ്റെപ്പും വളരെ കഠിനമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിഷൻ വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ തൻ്റെ വേദന, ക്ഷീണം, രോഗം ഇതെല്ലാം അദ്ദേഹത്തിന് വളരെ ചെറുതായി തോന്നി. ടെറി ഫോക്സ് ഇന്നും ഒരു വലിയ ഇൻസ്പിറേഷനാണ് ഇമ്പോസിബിളിനെ പോസിബിളാക്കി മാറ്റാൻ. ഇതേ കാര്യം നിങ്ങളും ചെയ്തു നോക്കൂ. അടുത്ത 90 ദിവസത്തേക്ക് നിങ്ങൾക്കായിട്ടുള്ള ഒരു ക്ലിയർ വിഷൻ എഴുതുക. നിങ്ങളുടെ മിഷൻ എന്താണ്? സക്സസ് ആകണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല വേണ്ടത്. ക്ലിയർ ആയി ചിന്തിക്കൂ. 90 ദിവസത്തിന് ശേഷം മിററിൽ നിങ്ങളുടെ എങ്ങനെയുള്ള വേർഷൻ കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
നിങ്ങളുടെ ഒരു ദിവസത്തെ റൂട്ടീൻ എങ്ങനെയായിരിക്കും, എങ്ങനെയുള്ള ഹാബിറ്റ്സ് ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് പണത്തെ പറ്റിയാണെങ്കിൽ അടുത്ത 90 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എത്ര സമ്പാദിക്കാൻ സാധിക്കും. ഇത് എങ്ങനെ ചെയ്യണമെന്നാൽ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ പോലെ ആയിരിക്കണം. ഫസ്റ്റ് ഡ്രാഫ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കില്ല. എന്നാൽ നിങ്ങളുടെ 90 ഡേയ്സ് വിഷൻ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് റീവയർ ആകാൻ തുടങ്ങും. ഈയൊരു ആങ്കർ നിങ്ങളെ അടുത്ത 90 ദിവസം ഒരേ ഡയറക്ഷനിലൂടെ കൊണ്ടുപോകും. എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് അതിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ബട്ട് വിഷൻ എഴുതുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. ഇതിനായിട്ട് ക്ലാരിറ്റി ആൻഡ് റിച്വൽസ് ഇല്ലെങ്കിൽ അപ്പോൾ ഇത് വെറും ഒരു ഡ്രീം മാത്രമായിരിക്കും. ഇതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിൽഡ് റിച്വൽസ്, നോട്ട് റെസൊല്യൂഷൻസ്. റെസൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഈസിയാണ്. ജനുവരി വന്നാൽ എല്ലാവരും ഇത് ചെയ്യും. ജിമ്മിൽ ജോയിൻ ചെയ്യും, ഡയറ്റ് എടുക്കും, ഡെയിലി പഠിക്കും. എന്നാൽ ഇതിൽ എത്ര റെസൊല്യൂഷൻ അറ്റ്ലീസ്റ്റ് 30 ദിവസത്തേക്കെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്? ഇവിടെ റീസൺ സിമ്പിളാണ്. റെസൊല്യൂഷൻ വിൽ പവറിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. വിൽ പവർ ഒരു ബാറ്ററി പോലെയാണ്. ദിവസം കൂടുന്തോറും അതിൻ്റെ ചാർജ് കുറഞ്ഞു വരും. എന്നാൽ റിച്വൽസ് വിൽ പവറിനെ പോലെയല്ല, ഇത് സിസ്റ്റം ബേസ്ഡ് ആണ്. ഒരിക്കൽ ലെജൻഡറി എഴുത്തുകാരായിട്ടുള്ള സ്റ്റീഫൻ കിങ്ങും R.R. മാർട്ടിനും ഒരു കോൺവെർസേഷനിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. സ്റ്റീഫൻ കിങ് തൻ്റെ കരിയറിൽ ഇതുവരെ 60 നോവൽസ്, ഓവർ 200 ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. എന്നാൽ ജോർജ് R.R. മാർട്ടിൻ വെറും 10 ഫുൾ ലെങ്ത് നോവൽസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതിലെ 5 ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ബുക്സാണ്. ആൻഡ് ചില ഷോർട്ട് സ്റ്റോറീസും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇവിടെ ജോർജ് സ്റ്റീഫനോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും വേഗത്തിൽ ഈ ബുക്സ് എല്ലാം എഴുതാൻ സാധിച്ചതെന്ന്. അവസാന 6 മാസത്തിൽ എന്നെ കൊണ്ട് 3 ചാപ്റ്റർ മാത്രമേ എഴുതാൻ സാധിച്ചുള്ളൂ. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ 3 ബുക്സ് തന്നെ എഴുതി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് എങ്ങനെ സാധ്യമായി എന്ന്. അപ്പോൾ സ്റ്റീഫൻ വളരെ സിമ്പിളായി പറഞ്ഞു, ഞാൻ ദിവസവും രാവിലെ എണീക്കും ആൻഡ് ഓരോ ദിവസവും 6 പേജസ് എഴുതി ഉറങ്ങാൻ പോകും. ഇവിടെ സ്റ്റീഫൻ കിങ്ങിന് ഒരു റിച്വൽസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ നിങ്ങൾ ഓരോ ദിവസവും സ്കിപ്പ് ചെയ്യാതെ, യാതൊരു ഇമോഷനും ഇല്ലാതെ, യാതൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ചെയ്ത് കംപ്ലീറ്റ് ആക്കണം. ലൈക്ക് ഡെയിലി നിങ്ങൾ ഫുഡ് കഴിക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, കുളിക്കുന്നു, ഡെയിലി ബ്രഷ് ചെയ്യുന്നു. ഇതുപോലെ നിങ്ങളെടുക്കുന്ന ആ ഒരു ആക്ഷൻ നിങ്ങളുടെ ഗോൾസിലേക്ക് നിങ്ങളെ നയിക്കണം. സയൻസ് ഇത് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഷിക്സന്ത് മിഹാലിയുടെ ഫ്ലോ തിയറിയിൽ പറയുന്നത്, എപ്പോഴാണോ നിങ്ങളുടെ ഗോൾസ് ക്ലിയർ ആകുന്നത് ആൻഡ് ഓരോ സ്റ്റെപ്പും മാനേജബിൾ ആകുന്നത്, അപ്പോൾ നിങ്ങൾ ബോർഡം ആൻഡ് ആൻസൈറ്റിക്ക് നടുവിലുള്ള ഒരു സോണിലേക്ക് എത്തും. അവിടെ പ്രൊഡക്ടിവിറ്റി എഫേർട്ട്ലെസ് ആയിരിക്കും എന്നുള്ളതാണ്. റിച്വൽസ് ഇതേ ക്ലിയർ സ്റ്റെപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറ്റണം. ഇതിനായിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഈ റിച്വൽസ് ആഡ് ചെയ്യുക. ഫസ്റ്റ്, വേക്കപ്പ് റിച്വൽസ്. രാവിലെ അറ്റ്ലീസ്റ്റ് 6 മണിക്കെങ്കിലും എണീക്കുക. ഇതിലൂടെ എക്സ്ട്രാ 2 മണിക്കൂർ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും. സെക്കൻഡ്, സ്പേസ് റിച്വൽ. മെസ്സി റൂം ഈസ് ഈക്വൽ ടു മെസ്സി മൈൻഡ്. ഓരോ വീക്കെൻഡിലും നിങ്ങളുടെ സ്പേസ് ക്ലീൻ ആക്കുക. നിങ്ങളുടെ ടേബിൾ, ഡെസ്ക്, റൂം എല്ലാം ക്ലീൻ ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ ഫോക്കസ് ഇരട്ടിയാകും. തേർഡ്, വർക്ക് റിച്വൽ. സ്റ്റീഫൻ കിങ്ങിനെ പോലെ ഡെയിലി 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഡീപ്പ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഗോൾസുമായി ബന്ധപ്പെട്ട വർക്ക്സ് കംപ്ലീറ്റ് ആവുന്നതുവരെ നിങ്ങൾ റെസ്റ്റ് എടുക്കരുത്. ഫോർത്ത്, ഹെൽത്ത് റിച്വൽസ്. സ്റ്റാർട്ട് സ്മോൾ. 15 മിനിറ്റ്സ് വാക്ക്, ഹെൽത്തി ഡയറ്റ്, 1 മിനിറ്റ് പ്ലാങ്ക് ഓർ 10 പുഷപ്സ്. ഇത് നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എല്ലാ റിച്വൽസും ഒരുമിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. ഓരോ ആഴ്ചയും ഓരോ പുതിയ റിച്വൽസ് ആഡ് ചെയ്യുക. 12 വീക്സ് ഈസ് ഈക്വൽ ടു 12 ന്യൂ റിച്വൽസ്. ഒരു റിച്വൽ പെർ വീക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ 3 മാസത്തിന് ശേഷം നിങ്ങളിൽ ഒരു പുതിയ ഹെൽത്തി റൂട്ടീൻ ഉണ്ടായിരിക്കും. ഓട്ടോ പൈലറ്റ് മോഡിൽ നിങ്ങളുടെ വിഷനിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കും. കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ ആൻഡ് ഫോക്കസോട് കൂടി. ബട്ട് ഫ്രണ്ട്സ്, ഇവിടെയുള്ള ഒരു ഹാർഷ് ട്രൂത്ത് എന്താണെന്നാൽ ഇതിൽ 99% ആളുകളും ഫെയിലാകും. സെൽഫ് ഡൗട്ട്, ലേസിനെസ്, സ്ട്രെസ് ഇതെല്ലാം അവരെ കീഴ്പ്പെടുത്തും. വെറും 1% ആളുകൾ മാത്രമേ ഇതിൽ സക്സസ് ആവുകയുള്ളൂ. നിങ്ങൾക്കും അടുത്ത 3 മാസം കൊണ്ട് ഫുൾ ഡിസിപ്ലിൻ, ഫുൾ കോൺഫിഡൻറ്റ്, സൂപ്പർ കൺസിസ്റ്റൻറ്റ് നിങ്ങളുടെ ആ ഒരു വാരിയർ മോഡ് ഒന്ന് ഓൺ ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളുടെ ലൈഫിനെ മാറ്റാനായിട്ടുള്ള ബെസ്റ്റ് ട്രെയിനിങ് നിങ്ങൾക്കായിട്ട് തരുന്നുണ്ടായിരിക്കും.
സോ അടുത്ത 3 മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ലൈഫിനെ ഒന്ന് ട്രാൻസ്ഫോം ആക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ റിച്വൽസ് ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ഒരു പ്രോബ്ലം ഉണ്ട്. ആക്ഷൻ ഐഡൻറ്റിറ്റി ഇല്ലാതെ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷനെ ഇൻകംപ്ലീറ്റ് ആക്കി മാറ്റും. നിങ്ങൾ റിച്വൽസ് ഫോളോ ചെയ്യുന്നു, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഒരു പഴയ വേർഷനാണ് ഇപ്പോഴും ഉള്ളതെങ്കിൽ അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ആ ഒരു പഴയ ലൈഫിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് വളരെ പവർഫുള്ളാണ്. വാർ മോഡ് ഓൺ. കോബി ബ്രൈൻറ്റ് തൻ്റെ ബ്ലാക്ക് മാംബയെ ക്രിയേറ്റ് ചെയ്തു. മാർട്ടിൻ ലൂതർ കിങ് തൻ്റെ ഗ്ലാസിനെ ഒരു റിച്വലാക്കി മാറ്റി. അദ്ദേഹം അത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിലെ സ്പീക്കർ ആക്ടിവേറ്റ് ആകും. ലോകത്തെ മുഴുവൻ മാറ്റാൻ കഴിവുള്ള ഒരാൾ. ചില വാരിയേഴ്സ് അവരുടെ മുടി ഷേവ് ചെയ്യും, ഒരു പുതിയ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ പഴയ പേഴ്സൺ ഇല്ലാതായി, വാരിയർ മാത്രമേ ഉള്ളൂ. സയൻസ് ഇത് പ്രൂവ് ചെയ്യുന്നുണ്ട്. സൈക്കോളജിയിൽ ആൾട്ടർ ഈഗോ എഫക്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. എപ്പോഴാണോ നിങ്ങളെ ഒരു പുതിയ ക്യാരക്ടറായി കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിലെ ലിമിറ്റേഷൻസ് ഇല്ലാതാകും. സോ ഇതുവരെയും നിങ്ങൾ ചെയ്യാൻ മടിച്ച കാര്യങ്ങളെ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് പോയി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഐൻസ്റ്റൈൻ പറഞ്ഞിരിക്കുന്നത് യു കാൺട്ട് സോൾവ് പ്രോബ്ലംസ് വിത്ത് ദ സെയിം മൈൻഡ് ക്രിയേറ്റഡ് ദം എന്നാണ്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ടുള്ള ഒരു പുതിയ മൈൻഡ് ക്രിയേറ്റ് ചെയ്യണം. സോ പ്രാക്ടിക്കൽ സ്റ്റെപ്പ്, നിങ്ങളുടെ ആൾട്ടർ ഈഗോ ചൂസ് ചെയ്യുക. 2-3 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയെ പറ്റി ചിന്തിക്കുക. ഹീറോസ്, മെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്, അവരുടെ ക്വാളിറ്റീസ് എഴുതുക. അവർ ഫോക്കസ്ഡ് ആണോ, അതുപോലെ ക്രിയേറ്റീവ്, കാം, കരിസ്മാറ്റിക്, ഇതെല്ലാം നിങ്ങൾ എഴുതുക. ആൻഡ് നിങ്ങളുടെ ആ ഒരു ആൾട്ടർ ഈഗോയ്ക്ക് ഒരു പേര് കൊടുക്കുക. ദെൻ ആക്ടിവേഷൻ റിച്വലിനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു ഡ്രസ്, ജെസ്റ്റർ, എൻവിറോൺമെൻറ്റ്. നിങ്ങൾ ആ ഒരു റിച്വൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളിലെ ആ ഒരു ആൾട്ടർ ഈഗോ ആക്റ്റീവ് ആകണം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വാർലിക് എന്നാണ് അവൻ്റെ ആൾട്ടർ ഈഗോയുടെ പേര്. ആ പേര് അവൻ്റെ PC, മൊബൈൽ എല്ലാ സ്ഥലത്തും അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൂടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അവന് വോൾഫിനെ പോലെയുള്ള ഫോക്കസ് ആക്റ്റീവ് ആകും. നിങ്ങളും നിങ്ങളുടെ ആൾട്ടർ ഈഗോ ക്രിയേറ്റ് ചെയ്യണം. വാർ മോഡ് ആക്ടിവേറ്റ് ആക്കണം. വാർ മോഡിൻ്റെ അർത്ഥം 90 ദിവസത്തേക്കുള്ള ഒരു കൺട്രോൾഡ് മാഡ്നസ് എന്നാണ്. 3 മാസത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ആൾട്ടർ ഈഗോ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിഷൻ ആൻഡ് റിച്വൽസിനെ എക്സ്ട്രീം ഫോക്കസോട് കൂടി ഫോളോ ചെയ്യണം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് നിങ്ങളുടെ റൂമിൽ പോയി നിങ്ങളുടെ ഇപ്പോഴുള്ള സിറ്റുവേഷനെ പറ്റി റെക്കോർഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫോം ആകേണ്ടത്, ഇതെല്ലാം അതിൽ പറയുക. ശേഷം നിങ്ങളുടെ പുതിയ പേഴ്സണാലിറ്റിയിലേക്ക് സ്വിച്ച് ആവുക. നെവർ എവർ ഗീവ് അപ്പ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.